എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെയ്ത് തോന്ന് വെള്ളം ഒക്കെ ചെടിയിലൊക്കെ വീണിട്ടുണ്ട്, മഴത്തുള്ളിയൊക്കെ വീണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരികൾ. അപ്പം മോൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്, ഒരു 8 മണിയൊക്കെ ആയി. അങ്ങനെ രാവിലെ എണീറ്റ് ചെടിയൊക്കെ ഒന്ന് നോക്കി. മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നല്ലോ. പിന്നീട് മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം രാവിലെ ഒന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ നമ്മുടെ ജോലികളിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് വെപ്രാളം പിടിച്ചൊന്നും ചെയ്ത് വെക്കണ്ടല്ലോ, സ്കൂളിൽ മോള് പോകുമ്പോൾ നമുക്കൊരു വെപ്രാളമാണ്, എല്ലാം ബസ് വരുന്നതുകൊണ്ട് ബസ് വരുന്നതിന് മുമ്പ് എല്ലാം ആക്കണമല്ലോ. അപ്പോൾ പിന്നെ വെപ്രാളമാണ്. ഇന്നിപ്പോൾ ഒരു താറിയൊക്കെ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് സമാധാനത്തിൽ അടുക്കളയിലോട്ട് കയറാമെന്ന് കരുതി ഇതാണ്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ജോലിയും കാര്യങ്ങളുമായിട്ട് കുറേ സമയം അങ്ങനെ അങ്ങ് പോകും. അപ്പം രാവിലെ തലേന്ന് എല്ലാം വൃത്തിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇതാണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം അരിച്ച് ജഗ്ഗിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പുതിയ വെള്ളം താണ്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. മോളും എണീറ്റായിരുന്നു. പഠിത്തം ഉണ്ടെങ്കിൽ അവളെ ഞാൻ 7 മണിക്കാണ് വിളിച്ചുണർത്തുന്നത്, പക്ഷെ അവൾ 7 മണിക്ക് എണീക്കൂല. ചില ദിവസങ്ങളിൽ 7 മണിക്ക് മുമ്പ് എണീക്കും, 6 മണിക്കും 5 മണിക്കൊക്കെ ചിലപ്പോൾ എൻ്റെ കൂടെ എണീക്കും. നേരത്തെ ഉറക്കിയാൽ അവൾ നേരത്തെ എണീക്കും, പക്ഷേ പിടിച്ച് കിടത്തി ഉറക്കാൻ ഇച്ചിരി പാടാണ്, പകൽ ഉറങ്ങത്തുമില്ല. പക്ഷേ പഠിത്തം ഇല്ലാത്ത ദിവസം അവളെ എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും ശരി അവൾ 6 മണിക്ക് എണീറ്റേക്കും, നമ്മളെയും കിടക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഈ തിങ്കൾ മുതൽ വെള്ളി വരെയും അവർക്ക് വേറെ ഓഫൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു 5 മണി 5:30 ആ ഒരു ടൈം തന്നെ അങ്ങനെ വെച്ചിട്ട് തന്നെ നമ്മൾ എണീക്കുന്നത്. പക്ഷേ പഠിത്തം ഇല്ലാത്ത സമയത്ത് അവൾ നമ്മളെ കിടക്കാൻ സമ്മതിക്കത്തുമില്ല. പിന്നെ അടുത്ത് പിടിച്ച് കിടത്തി അവിടെ വർത്താനം പറഞ്ഞ് നമ്മൾ അടുത്തങ്ങ് കിടന്നോളും. അപ്പോൾ അതൊക്കെ പോട്ടെ. അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ പാല് വെച്ചിട്ടുണ്ട്. ആദ്യം മോക്ക് കാച്ചി പാല് മാറ്റിയിട്ട് പിന്നെ അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, അവൾക്കും വെള്ളം ചേർത്ത് തന്നെ കാച്ചുന്നത്. പക്ഷേ കുറച്ചുകൂടെ വെള്ളം നമ്മൾക്ക് ചായ ആക്കാൻ നേരം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ചായ ആക്കുന്നത്. അപ്പോൾ തലേന്ന് പയർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ചെറിയൊരു സ്കൂളില്ലെങ്കിലും ചെറിയൊരു പ്ലാനിങ് ഉണ്ടല്ലോ, നമ്മൾ ലേറ്റായിട്ടല്ലേ എണീക്കത്തുള്ളൂ. അപ്പം പ്ലാനിങ് ഇല്ലെങ്കിൽ എല്ലാം എണീക്കുമ്പോൾ ഒരു പ്രാന്തായിരിക്കും. മോക്ക് ക്ലാസ് ഇല്ലെങ്കിലും ലേറ്റാവും, ഫുഡൊക്കെ ലേറ്റാവും എന്തായാലും. അപ്പം പുട്ടും പയറും പപ്പടം ആക്കാമെന്ന് തലേന്നേ പ്ലാനിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പയർ വെള്ളത്തിൽ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴുകി എടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ചായ ഇട്ട് ഒഴിയുമ്പോഴത്തേക്ക് അടുപ്പണൊക്കെ ഉണ്ടല്ലോ, അടുത്തത് നമുക്ക് വെക്കാമെന്ന് കരുതി അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ പുട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്, അപ്പോൾ ചൂടോടെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ്ട് മോക്ക് പാലെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും ഒരുമിച്ച് ഇട്ടിട്ടാണ് ഇവിടെ ചായ തിളപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് താണ്ട് ഇതെല്ലാം വീട്ടിലും പതിവ് കാഴ്ചയായിരിക്കും. കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയൊരു ഒന്ന് വായിലിടാതെ പോകത്തില്ലെന്ന് തോന്നുന്നു ചിലർ, കാരണം എൻ്റെ ചേച്ചി പഞ്ചസാര തിന്നാറുണ്ട്. അപ്പോൾ അതാണ്ട് അവൾ ഓടി വന്ന് കുറച്ച് പഞ്ചസാര ചോദിച്ചു, ഒരിച്ചിരി ഞാൻ കൊടുത്ത്. പിന്നെ രാവിലെ കരയിപ്പിക്കേണ്ടല്ലോ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരിച്ചിരി നാക്കിൻ്റെ തുമ്പത്ത് വെച്ച് കൊടുത്ത്. അപ്പം മറ്റേ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ല. അപ്പോഴത്തേക്ക് ഇതുകൊണ്ട് അടുത്ത പണി എനിക്ക് വരുന്നുണ്ട്. ചായ തിളച്ച് തൂവി അവിടെ നിൽക്കുകയാണെങ്കിൽ അത് തിളക്കൂല, അവിടുന്ന് എപ്പം മാറുന്നു അപ്പോൾ അത് തിളയ്ക്കുകയും ചെയ്യും. ഞാൻ മോളുടെ പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അത് കലക്കി എടുത്തുകൊണ്ട് നിന്നേ, അപ്പോഴത്തേക്ക് പാല് തിളച്ച് വീണ് അടിയിലോട്ട് വീണിട്ടില്ലായിരുന്നു, പക്ഷേ തുടച്ചപ്പോഴത്തേക്ക് അടിയിലൊക്കെ ചായ വീഴുകയും ചെയ്തു. പിന്നീട് അത് അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് ചായയൊക്കെ ഒന്ന് തേയിലയൊക്കെ വെന്ത് ചായ അത്യാവശ്യം കടുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചായ മാറ്റി വെച്ചതിന് ശേഷമാണ് അടുപ്പെടുത്ത് കഴുകണം. ഇനി അടുപ്പ് കഴിയില്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ ആയിരിക്കും പണി, കാരണം ഇനി അടുത്ത സാധനങ്ങൾ ഈ അടുപ്പ് കഴിവാതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ കറ പിടിച്ചിട്ട് കഴുകിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കറയുടെ പാടും കാണും, അത് നമ്മൾ നല്ല അമർത്തി കഴുകി അതങ്ങ് പോകും, പക്ഷേ പാട് തന്നെയല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ചായ എടുത്തതിന് ശേഷം അത് അവിടെ അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി. എന്തായാലും നമ്മൾ ജോലി കഴിയുമ്പം ഈ ഗ്യാസ് മേളിൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കും. പക്ഷേ ഇത് ചൂടാവും തോറും പിന്നെ ചായയുടെ ഇത് അവിടെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. തുടച്ച വഴിക്ക് താഴത്തോട്ടും വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ താഴ്ഭാഗവും മേൽഭാഗവും എല്ലാം സോപ്പിട്ടൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ വെള്ളം വെച്ച് തുടച്ചിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്ത് അതങ്ങ് വൃത്തിയാക്കി വെച്ച്. അപ്പോഴത്തേക്ക് താണ്ട് ചേച്ചിയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. രാവിലെ തുണിയൊക്കെ കുതിർത്ത് വെക്കുക, ഞങ്ങൾ കിടന്ന പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം ചേച്ചി മടക്കി വെക്കുകയും അതെല്ലാം ചേച്ചിയുടെ ജോലിയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾക്ക് സഹിക്കൂല. ചേട്ടനും അമ്മയുണ്ടെങ്കിൽ ഒട്ടും സഹിക്കത്തില്ല. പിന്നെ ചേച്ചിയായിട്ട് വലിയ കുഴപ്പമില്ലാതെ അവരങ്ങ് പോകും, അങ്ങനെ ചേച്ചി അങ്ങ് ഒതുങ്ങി കൊടുക്കും. രണ്ടുപേരും തമ്മിൽ ചേരത്തില്ല,
പക്ഷേ ചേച്ചി അങ്ങ് ഒതുങ്ങി കൊടുക്കുമ്പോൾ ഇയാളങ്ങ് ആശാത്തി അങ്ങ് കയറും. അങ്ങനെ ദാണ്ട് വന്ന് പിടിച്ചപ്പോഴത്തേക്ക് ഇന്നെന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ അവൾ ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കുക ചെയ്തത്. പക്ഷെ അമ്മയും ചേട്ടനുണ്ടെങ്കിൽ ഇതല്ല നടക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ മോർണിംഗ് വൈബ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാണ്. അവൾ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഒരു രസവും ബഹളവും ഒക്കെ തന്നെ കേട്ടോ. ഒരു ഓളമാണ് വീട്ടിൽ. മറ്റേത് അവൾ പോയിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരായിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതാണ്ട് പുട്ടിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. മാവിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പപ്പടം വറുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് പയറും ആ സമയമായപ്പോഴത്തേക്ക് റെഡിയാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റാണ് പുട്ട് പുഴുങ്ങാനായിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പൊടി കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ഞാൻ എടുത്ത് മാറ്റി പകുതി നനച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി. ഇതാണ് നമ്മൾ പയർ ചെറിയൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ച്. കുറച്ചല്ലേ ഉള്ളൂ, വലിയ അണ്ടാവിലോട്ടിട്ട് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുഞ്ഞു ഒതുങ്ങിയ പാത്രങ്ങളിൽ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത് എനിക്കിഷ്ടം. വെക്കുമ്പം വിസ്താരമുള്ള പാത്രമാണെങ്കിലും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ പാത്രങ്ങളിൽ അങ്ങനെ പാകപ്പെടുത്തി വെക്കുമ്പോൾ അടുക്കള കാണാനും ഒരു രസമാണ്, നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ വെക്കാറുണ്ട് എടുത്ത്. ദാണ്ട പുട്ട് ഓരോന്ന് ആവിയേറ്റാൻ തുടങ്ങി. കാരണം ഇത് ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള കാപ്പി ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ പാത്രമൊന്നും എടുത്തില്ല. ഇരുമ്പേട്ടിൽ തന്നെ പുട്ട് എടുത്ത് വെക്കുക ചെയ്തത്. വേറെ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. പിന്നെ അതിൽ നിന്ന് എടുത്ത് അവരോരോ പ്ലേറ്റിൽ വെച്ച് കഴിച്ചാൽ മതിയല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് ഹോംവർക്ക് എഴുതാൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് നിന്ന് നോക്കിയതാണ് എഴുതുന്നുണ്ടോയെന്ന്. എഴുതത്തില്ല, അവൾ ചിലപ്പം കളിക്കാനായിട്ട് എണീറ്റ് പോയിക്കളെ. അപ്പോൾ ഞാൻ നോക്കിയത്, അപ്പോൾ അവിടെ നിന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ അത് നോക്കിയിട്ട് പിന്നീട് ഞാൻ അടുക്കളയിൽ വന്നിട്ട് നമുക്ക് തോരൻ വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പം മലക്കറി ഒന്നും ഓണത്തിന് മേടിച്ചേ, പിന്നെ എല്ലാം തീർന്നു. പിന്നെ നമ്മൾ കടയിലോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം മുട്ടക്രോസ് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ മുട്ടക്രോസ് മേടിക്കാറില്ല. ഓണത്തിന് തിരുവോണത്തിന് വെക്കാനായിട്ട് മേടിച്ചതാണ്. പക്ഷേ നമുക്ക് മലക്കറി മേടിച്ചപ്പോൾ അതിൽ ഒരു കഷ്ണം ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാ അന്ന് തോരൻ വെച്ചത്. അപ്പോൾ ഈ ഒരെണ്ണമായിട്ട് ഒരു ചെറുത് മേടിച്ചത് നമ്മൾ കണ്ടിക്കാത്തതുകൊണ്ട് അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഒരു കോട്ടോ വാട്ടലോ ഒന്നും ഇല്ലാതെ സംഭവം ഇരിപ്പുണ്ട്. ഇതൊരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് തോരൻ വെക്കാനായിട്ട് ഉണ്ട്. കുറേശ്ശെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അമ്മയ്ക്ക് തൈറോയ്ഡുണ്ട്, അതുകൊണ്ട് തന്നെ എന്തായാലും ഭാവിയിൽ ചിലപ്പോൾ ഞങ്ങൾക്കും വരാം. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ മേടിക്കാറില്ല. ഒരുപാട് നാളായി മേടിച്ചിട്ട്. ഇപ്പം വെട്ടുമലക്കറി മേടിക്കുമ്പോഴും ഇത് കിട്ടാറില്ല. നമ്മൾ പക്ഷേ ഓണത്തിന് വെട്ടുമലക്കറി മേടിച്ചപ്പം കിട്ടിയായിരുന്നു. അങ്ങനെ അതാണ് അന്ന് ഓണത്തിന് വെച്ചത്. അത് കഴിഞ്ഞാണ്ട് ചേച്ചി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, ഇത് കൊഴിയാളാന്ന് പറയും. കൊഴിയാള മീനിൻ്റെ ഈ തുമ്പത്തൊരു അരമുണ്ട് ഇതിന്. മുളക് കറി വെക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ കിട്ടുന്ന 100 രൂപയുടെ മീനാണ്. അപ്പോൾ ഇനി അത് കണ്ടിക്കണം. ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കാമെന്ന് കരുതി. അതിൻ്റെ പപ്പടം, പയർ, പുട്ട്, പഞ്ചസാര, പിന്നെ രാവിലത്തെ ചായ ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായ, അങ്ങനെ ഇതെല്ലാം ആയിട്ട് കുറച്ചധികം സമയം ഇരുന്ന് തന്നെ കാപ്പി കുടിക്കുന്നത്. നമ്മൾ വാർത്തയും കണ്ട് സമാധാനത്തിൽ ഇരുന്ന് കാപ്പി കുടിച്ചിട്ട് എന്നിട്ടാണ് പിന്നീട് അടുക്കളയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഷോർട്സും അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ സമാധാനമായിട്ടിരുന്ന് കഴിച്ച് വാർത്തയും കണ്ട് കാപ്പി കുടിക്കുക. അങ്ങനെ കാപ്പിപ്പൊടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ ദാണ്ട് തോരൻ വെക്കാനുള്ള എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് കാപ്പി കുടിക്കാനായിട്ട് പോയത്. പിന്നീട് കാപ്പി കുടിച്ചിട്ട് വന്നിട്ട് കുറച്ച് പഴഞ്ചോറ് നമുക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസത്തേക്ക് ഇത്രയും ചോറ് മതി നമുക്ക്. അത് തന്നെ അധികം വരും പിന്നെ. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചുറ്റി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീൻ എന്നെ ഇനിയെങ്കിലും ഒന്ന് നന്നാക്കിയെന്ന് പറഞ്ഞാൽ കഷ്ടാതുങ്ങൾ വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പം അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലിയാണ് മീൻ കണ്ടിച്ച് വൃത്തിയാക്കുക, തേങ്ങ ചിരണ്ടുക. ഇത് രണ്ടും എനിക്കിഷ്ടമല്ല. എനിക്ക് ദേഷ്യം വരും. എനിക്ക് തേങ്ങ തിരുങ്ങി തരുന്നത് ചേച്ചിയാണ്. ചേച്ചി ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് ഞാൻ തിരുങ്ങുന്നത്. പിന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ തിരുങ്ങി വെച്ച തേങ്ങ എടുത്ത് ഉപയോഗിക്കാനും അത്ര കറി എന്തോ ഇഷ്ടപ്പെടാറില്ല. അപ്പം തിരിഞ്ഞ് ഉപയോഗിക്കുന്നത് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ചേച്ചിയും കൂടെ തിരിങ്ങിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് വെപ്പിക്കാം. എനിക്ക് അങ്ങനെ എടുത്തിട്ട് കറി വെക്കുന്നത് അതെനിക്ക് ഇഷ്ടവുമല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തന്നെ, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം ആവശ്യത്തിനെടുത്ത് തിരുങ്ങുക, അത് തന്നെ അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. തിരിങ്ങി അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. പിന്നെ നമ്മൾ തിരുങ്ങുമ്പോൾ ഇത്തിരി കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ
എടുത്ത് വെക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേ തിരിഞ്ഞ് കൂട്ടി വെക്കുക അത് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഉള്ളിയൊക്കെ തൊലിച്ച് വെക്കുമായിരുന്നു മറ്റേത് മോൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ. പിന്നീട് ഞാൻ അതും അങ്ങ് നിർത്തി. അപ്പോൾ തൊലിച്ചത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതൊക്കെ ഒരുപാട് എളുപ്പമാണ്. അങ്ങനെയൊക്കെ തൊലിച്ച് ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി നമ്മൾ നല്ലോണം അടച്ച് വെച്ചിരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ പക്ഷേ ഇപ്പം പിന്നീട് അപ്പം ആവശ്യമുള്ളതെടുത്ത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മീൻ തൊലി ഇരിയുന്നതാണ്. തൊലിയൊക്കെ പെട്ടെന്ന് ഇരിഞ്ഞ് വരും, കാരണം ഈ മീൻ അധികം തൊലിക്ക് കട്ടിയില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇരിഞ്ഞ് പെട്ടെന്ന് വരും. അങ്ങനെ മീനെല്ലാം കഴുകി എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ കറി വെക്കുന്നില്ല. 3 ഞങ്ങൾ വറുക്കാനായിട്ട് ഞാൻ അരപ്പ് പുരട്ടി വെച്ചു. ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ. മീൻ കുറവായിരുന്നു, ഒരുപാട് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് കറി വെച്ചാൽ അത് നാളത്തേക്ക് കാണൂല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തീയലുണ്ട്, വറുത്തരച്ച തീയലുണ്ട്, പിന്നെ തോരനുണ്ട്, പിന്നെ ആ മീൻ വറുത്തയും കൂടെ ആകുമ്പം അത് മതിയല്ലോ. അപ്പോൾ ഇത് നാളത്തേക്ക് കറി വെക്കാമല്ലോ. അപ്പോൾ അത് കണ്ടിച്ച് വൃത്തിയാക്കി ഇതാണ്ട് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മീൻ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ കറി വെക്കാനായാലും എന്തോത്തിനായാലും, കറി വെക്കാനാണെങ്കിൽ കണ്ടിച്ച് അവിടുന്ന് മാറ്റിക്കഴിഞ്ഞ് കറി വെക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ലോണം സോപ്പിട്ട് വൃത്തിയാക്കും. പിന്നെ അതാണ്ട് തോരനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് സ്മെല്ല് വരുന്നതായിട്ട് തോന്നും. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കും. പുറത്തൊന്നും കൊണ്ടുവച്ച് കണ്ടിക്കാനോ എടുക്കാനോ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ മീൻ കണ്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ വൃത്തിയാക്കുക, വേസ്റ്റ് കൊണ്ടുപോയി കളയുക. ചേച്ചി അപ്പോഴത്തേക്ക് ഞാൻ കണ്ടിച്ച് കഴിയുമ്പോഴേ ചേച്ചിയെ വിളിക്കും. അപ്പോൾ ചേച്ചി പെട്ടെന്ന് തന്നെ വേസ്റ്റ് കൊണ്ടുപോയി കളയും. കാരണം ആ മീനിൻ്റെ വേസ്റ്റ് ഇന്നാലും ഒരു സ്മെല്ല് പോലാണ് തോന്നും നമുക്ക്. അതുകൊണ്ട് അതൊക്കെ കൊണ്ട് കളയും. പിന്നെ മാക്സിമം മീൻ കണ്ടിക്കുന്ന സമയത്ത് അവിടെ പാത്രങ്ങളില്ലാതെ ഇരിക്കാൻ നോക്കും. കാരണം അതിനകത്തൊക്കെ തെറിച്ച് വീണാലും സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ മീൻ കണ്ടിക്കുമ്പോൾ പാത്രം ഉണ്ടെങ്കിൽ പാത്രം കഴുകി വെച്ചിട്ടാണ് മീൻ കണ്ടിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ 1-2 പാത്രം ഉള്ളെങ്കിൽ ആ പാത്രം അത്യാവശ്യം നല്ല ദൂരത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം മീൻ കണ്ടിക്കും. തെറിക്കാതെ ഈ ചെതുമ്പൽ കുറച്ചുള്ള വിഷയമില്ലാത്ത മീനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചെതുമ്പലൊക്കെ ഉള്ളതാകുമ്പം പാടാണ് നമ്മൾ, കാരണം നമ്മൾ കഴുകിയൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ചെതുമ്പൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നതൊക്കെ കാണുന്നത്. അതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഗ്യാസൊക്കെ തുടച്ച് എല്ലാം നീറ്റാക്കിയിട്ട് ഇനി വൈകുന്നേരമല്ല, ഇനി നാളെ വരെ ആ അടുക്കള അങ്ങനെ തന്നെ കിടന്നോളും. കാരണം ഉപയോഗിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അങ്ങനെ തന്നെ ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് ഒരു വട്ടം കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അങ്ങനെ തന്നെ കിടന്നോളും. കാരണം ഞാൻ തന്നെ ആയിരിക്കും മിക്കതും അടുക്കള കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പാത്രങ്ങൾ എടുക്കാനും കഴുകാനും ഒക്കെ കഴിക്കുന്നതൊക്കെ കഴുകാനൊക്കെ വരത്തതേ ഉള്ളൂ. പിന്നീട് നമ്മൾ അകമൊക്കെ അടിച്ച് വാരണമായിരുന്നു, തുടയ്ക്കണ്ടായിരുന്നു. നമ്മൾ 3 ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കുന്നത്. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ച് വാരിയിട്ട് അതാത് സ്ഥലങ്ങളിൽ അതാത് ചവിട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്തിടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയൊക്കെ കഴുകുമല്ലോ വാഷ് ബേസിൻ, അതും ഒന്ന് കഴുകിയിടുന്നുണ്ട്. ഇത് എന്നും കഴുകും കേട്ടോ. എന്നും കഴുകിയില്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അതെന്നും കഴുകിയില്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരം ചിലപ്പോൾ ഹാളും വിളക്ക് കത്തിക്കുന്നുണ്ട്, ഹാളും തൂക്കേണ്ടി വരും. നമ്മളെ ഡൈനിങ് ടേബിൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അതും ഒന്ന് വൃത്തിയാക്കേണ്ടിയൊക്കെ വരും. അല്ലാതെ വേറെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. മോളും അധികമൊന്നും അധികമല്ല, അങ്ങനെ വലിച്ചു വാരി അങ്ങനെ ഇടാറില്ല അവൾ. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവളത് ചെയ്ത് വെക്കും. പിന്നീട് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയം അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി സ്പ്രേ ചെയ്തും കൊടുത്ത്. ചോട്ടിൽ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ചോട്ടിലും രാവിലെ ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് ചോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. നല്ല ചൂടുണ്ടായിരുന്നു, മഴ രാവിലെ പെയ്തെങ്കിലും വെയിൽ വരുമ്പോൾ ഒരു വെയിൽ, മഴ വന്ന ഒരു മഴ, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തേത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറുണ്ട്, നമ്മളെ തീയലുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഇതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പാലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പായസം വെക്കാമെന്ന് കരുതി. ഇത് ഓണത്തിന് മേടിച്ചു, പക്ഷെ നമ്മൾ ബ്രഹ്മസല്ലി വെച്ചിട്ടില്ലായിരുന്നു. അടയും വെച്ച് അമ്മ, പിന്നെ പരിപ്പ് പായസം അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രഹ്മസല്ലി വെക്കാമെന്ന് കരുതി. അങ്ങനെ ബ്രഹ്മസല്ലി പിന്നെ എല്ലാവർക്കും എളുപ്പവുമാണ്, പക്ഷേ ഇതിനെക്കാട്ടി എളുപ്പം അമ്മ പറയുന്ന അട വെക്കാനാണ് എളുപ്പമെന്ന്. അങ്ങനെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. ഞാൻ ഇതുവരെ അട വെച്ചിട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം അമ്മ ഓണത്തിന് അട വെക്കുന്ന രീതിയെല്ലാം പറഞ്ഞു തന്ന്. ഇനി എപ്പോഴെങ്കിലും ഒന്ന് വെച്ച് നോക്കണം. പക്ഷേ എനിക്ക് അടയെക്കാട്ടി കൂടുതലിഷ്ടം ബ്രഹ്മസല്ലിയാണ്. അങ്ങനെ നമ്മളതാണ്ട് ബ്രഹ്മസല്ലി റെഡിയായി വന്നപ്പോഴത്തേക്ക് പിന്നെ അതിൽ വറവിടണമല്ലോ, അപ്പുറത്ത് കൊണ്ട് തീയൽ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. അതിങ്ങനെ അതാണ്ട് നമ്മൾ എല്ലാം കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നെയ്യിൽ വാട്ടിയിട്ട് പായസത്തിലോട്ട് ഇടുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് അപ്പോഴത്തേക്ക് പായസം നല്ല കുറുകി സെറ്റായി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം പായസം വേണ്ടാന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും പായസം കുടിക്കാമെന്ന് കരുതി. കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടിപ്പോയി കുളിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ പായസമൊക്കെ ഒഴിച്ച് ചൂടൊക്കെ ആറുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസിൽ ചേർക്കാനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ കഴിഞ്ഞൊക്കെ പോയി ദിവസം. അപ്പോൾ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.